ചൊല്ലും അവർക്ക് എന്തെങ്കിലും ആട്ടെ. അമ്മ കാര്യം എന്താണെന്ന് പറ. അതെ, നമ്മുടെ അറബി ആളെങ്ങനെയാ? ഹിന്ദു തന്നെയാണോ? അത് മതി, അത് മതി. അച്ചുവിന്റെ മുതലാളിയുടെ അനിയനല്ലേ? എന്താ അമ്മയ്ക്കൊരു സംശയം? വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടാക്കണത് എന്തിനാ? നല്ലൊരു കാര്യാണെങ്കിൽ നടക്കട്ടെ എന്ന് വെക്കണം. അങ്ങനെയാ ബുദ്ധിയുള്ളവര്. അമ്മ എന്തൊക്കെയാ പറയണത്? നമ്മുടെ അറബിക്ക് സ്നേഹലതയോട് ചെറിയൊരു നോട്ടുണ്ട്. നേരാണ് അമ്മ ഈ പറയണത്. കൊല്ലും. ഇതാ പറഞ്ഞത്, നിനക്ക് ബുദ്ധി ഇല്ലാന്ന്. എടി, ഈ അറബി സ്നേഹലതയെ കല്യാണം കഴിച്ചാ പിന്നെ നീ ആരാ? ഷേക്കമ്മ. നമ്മുടെ അച്ചു ആരാ? ഷേക്കച്ചു. അവര് തമ്മിൽ എന്താ ഒരു ചേർച്ചക്കുറവ്. എന്നാലും അമ്മ ഒരു അറബിയെ കൊണ്ടൊക്കെ എന്ത് പറ്റാനാ? അറബി മനുഷ്യനല്ലേ? നീ അച്യുതൻ കുട്ടിയോടൊന്ന് സൂചിപ്പിക്ക്. ഇവൾക്ക് ഇഷ്ടാവും അല്ലേ മോളെ? എന്തിഷ്ടാവുന്നു? മോളും ഈ അറബിയും തമ്മിലുള്ള കല്യാണക്കാരി. ആ അറബി കേട്ടോ? അതിന് പേര് എന്നെ കൊല്ലുന്നതാ. എനിക്കത് വേണ്ട. അതെ അതെ, അതൊക്കെ തീരുമാനിക്കാൻ ഞങ്ങള് വേറെ ചിലരൊക്കെ ഇവിടെ. പിന്നെ എന്റെ ദേവകി, ഇവക്ക് ഈ ജമ്മത്ത് കിട്ടുവോ ഇങ്ങനെ ഒരു ബന്ധം? എന്തായാലും ശരി, എനിക്ക് കല്യാണം വേണ്ട വേണ്ട വേണ്ട. ഉയരണ്ടായിട്ട് എന്താ കാര്യം? വിവരം വേണ്ടേ? ഹലോ, കോമലേട്ടനല്ലേ? ഇത് ഞാനാ, സ്നേഹലത. എന്താ സ്നേഹലത? അതെ, ഇവിടെ അച്ചുവന്റെ കൂട്ടുകാരൻ ഒരു അറബിത്തണ്ടി ദുബായിന്ന് വന്ന് കേറിയിട്ടുണ്ട്. അതെയോ? എന്നാൽ അയാൾ കൊണ്ടുവന്ന സ്പ്രേയോ മറ്റുണ്ടെങ്കിൽ ഒരെണ്ണം എനിക്കായിരുന്നു. സ്പ്രേയും മണ്ണാകട്ടെ. ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നുണ്ടോ? പറഞ്ഞോ, ഞാൻ എല്ലാം വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ട്. തമാശകള് കോമലേട്ട. അയാളെ കൊണ്ട് എന്നെ കെട്ടിക്കാനുള്ള ശ്രമത്തിലാ മുത്തശ്ശി അമ്മയും. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ചത്താലും ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചാകാനൊന്നും ഞാൻ സമ്മതിക്കില്ല. എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ നിന്നെ ഞാൻ തന്നെ കെട്ടിയിരിക്കും. അത് തന്നെ അവരും പറയുന്നത്. അവരുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ആ അറബിയെ കൊണ്ട് തന്നെ കെട്ടിക്കുന്നു. കോമളേറിന് എന്തെങ്കിലും പോംവഴി കണ്ടെത്തിയേ പറ്റൂ. നീ ധൈര്യമായിട്ടിരിക്കേ. എന്ത് ധൈര്യമൊക്കെ പോയി. വേഗം എന്തെങ്കിലും ചെയ്യണം. ഏതായാലും ഇന്ന് തന്നെ രണ്ടിലൊന്നും തീരുമാനിക്കാം. രാത്രി ഞാൻ അവിടെ എത്തും. നീ ഉറങ്ങിക്കളയരുത്. എന്നാ ശരി. അല്ലാഹ് കസം അസ്സലാം അലൈക്കും തുറക്കലതേ. അല്ലാഹ് കസം അസ്സലാം അലൈക്കും തുറക്കലതേ. ഇതെന്തൊരു ശല്യം ഇത്? ഇതെന്താ ഈ രാത്രി ഇവിടെ വന്ന് നിക്കണേ? ഒന്ന് പോയേ അറബി. എടി, ഇത് ഞാനാടി, നിന്റെ കോമളേട്ടൻ. കോമളേട്ടനോ? കോമളേട്ടാ, ഇതെന്താ ഈ വേഷത്തില്? അതെ, ആളറിയാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഈ വേഷത്തിൽ വന്നതല്ലേ. എന്താ പേടിച്ചോ? ഈ കോമളേട്ട ഒരു ബുദ്ധി, സമ്മതിക്കണം. ഞാനേ ഒളിച്ചും പാത്തും അറബിനെ നോക്കി പഠിച്ചിട്ടേ ഈ വേഷം സംഘടിപ്പിച്ചത്. ഈ തളക്കുപ്പിക്കാൻ ഞാൻ പെട്ട പാട് എനിക്ക് മാത്രം അറിയാം. ആ കണക്കിന് ഇപ്പൊ എന്നെ അന്വേഷിച്ചാണ് ഇപ്പൊ ഉണ്ടാവും. നമുക്ക് എങ്ങനെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ ആ അറബി എന്റെ തലയിലോ. അയ്യോ ഭാർഗവേട്ടൻ. അസ്സലാം അലൈക്കും. അസ്സലാം അലൈക്കും. അലക്കിക്കോ അലക്കിക്കോ. എന്തിനാ പുറത്ത് നിൽക്കണേ? നിങ്ങളെ കല്യാണം നിശ്ചയിച്ചല്ലേ? ധൈര്യമായിട്ട് അകത്തിരുന്ന് സംസാരിക്കല്ലോ. ഓട്ടനളിയാ. ഇനി അകത്ത് കയറാൻ ആരെങ്കിലും എതിരാണെങ്കിൽ, ഏത് പട്ടിയാണെങ്കിലും ഈ പാർക്കും ചോദിക്കാം. ഞങ്ങൾക്ക് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നതാണെങ്കിൽ ഇഷ്ടം. ഗൾഫിലൊക്കെ എങ്ങനെയാ? കാര്യവും അപ്പുറത്തും ഇപ്പുറത്തും നിന്നാൽ എങ്ങനെ ആശ തീരും. കോമളേട്ടാ, ഭാർഗവേട്ടന് നമ്മളെ മനസ്സിലായിട്ടില്ല. എന്റെ ഒരു ചൂട്. ഇപ്പൊ അവിടെ കണ്ട അറബി ഇപ്പൊ കൂടെ. ഇതെന്താ ഈ അറബിക്ക് വല്ല മാജിക് അറിയാമോ? എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടേക്ക് ലോഹിട്ട അറബി മാത്രം. ഈ
കംപ്ലീറ്റ് പാടം എന്താണ് എന്റെ പിന്നെ ദേ ഈ ചക്ക ഇതാ. ഇതാ, ഇല. ഇതാ. വേറെ സാധനം എടുക്കണ്ട. എങ്ങനെയുണ്ട്? ഉവ്വ. വെച്ചേരാം അറബിക്ക് പറ്റിയ പോവാ പാടം കണ്ട. അച്ഛൻ അറബിയോട് എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ടല്ലോ. അതാ ഞാനും ആലോചിക്കുന്നത്. ഈ അറബി അറിയാൻ പാടില്ലാത്ത അങ്ങേര് എന്താണാവോ പറഞ്ഞു കൂട്ടുന്നേ? ചിലപ്പോ അറബി അറിയാൻ പാടില്ല എന്നുള്ള കാര്യം മലയാളത്തെ അറബിയോട് പറയുമായിരിക്കും. ഏയ്, ഒരാളോട് നമ്മുടെ കാര്യങ്ങൾ പറയണമെങ്കിൽ ഭാഷ അറിഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആംഗ്യ ഭാഷ മതി. ആംഗ്യത്തിലൂടെ വല്ലതും പറഞ്ഞ് ആ അറബിയുടെ കയ്യിൽ നിന്ന് അച്ഛന് തല്ലിട്ടായിരുന്നാ മതിയായിരുന്നു. ഓ, നിന്റെ കരുനാക്കെടുത്ത് വളയ്ക്കാതെ. ഞാൻ പറയണതൊക്കെ മനസ്സിലാവണ്ട. അസ്സലാമു അലൈക്കും. വാലൈക്കും. അയ്യോ Najini ala news. അല്ല ഞാൻ പറഞ്ഞ You അല്ല ദേ, എന്തായിരുന്നു നിങ്ങൾ അറബിയോട് പറഞ്ഞത്? അതെ, ഞാൻ ഈ വീട് സ്ഥലമൊക്കെ അറബിക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കായിരുന്നു. അല്ല, അയാള് പറഞ്ഞു വല്ലോ മനസ്സിലായോ? എടീ, ഈ അറബിക്ക് ശരിക്കും മലയാളം അറിയാം. അയാൾ ചിരിക്കുന്നവരെ മലയാളത്തിലാ. ഞാൻ അയാളോട് കഷ്ടപ്പെട്ട് അറബി പറഞ്ഞപ്പോ അയാൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ മലയാളമാണത്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, നമ്മുടെ കാര്യം വല്ലോ അറബിയോട് പറഞ്ഞോ? ആ, അത് പറയാൻ തുടങ്ങിയതാ. അപ്പോഴേക്ക് ആ ഉമ്മർ വന്ന് എന്നെ പറ്റി അറബിയോട് എന്തോ പറഞ്ഞു കൊടുത്തു. പിന്നെ അയാൾ അമ്പിനും വില്ലിലെടുക്കണ. അതൊക്കെ പോട്ടെ, ഉമ്മർക്ക് അച്ഛനെ പറ്റി എന്താ പറഞ്ഞത്? അറബിയാ എന്തോ കുത്തേക്ക് വെച്ചെന്ന് മറ്റോ. അയ്യോ, എന്താ? എന്ന് വെച്ചാ എന്താന്നറിയോ? അച്ഛന്റെ അച്ഛൻ പട്ടിയാണെന്ന്. അവൻ അത്രയ്ക്കായോ? പോട്ടടി, അവരെന്നെ പട്ടിന്ന് വിളിച്ചേർന്ന് ഞാൻ വിവരം അറിഞ്ഞേനെ. 8 സുന്ദരികളും ഞാനും